Hi, hello everyone. Welcome back to Future Plus Academy. Yes, I'm your one and only Sudharma Miss. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. IGNOU, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇൻഫാക്ട് വൺ ഓഫ് ദ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ഫ്രം ഏഷ്യ. പൊതുവെ പറയാറുള്ളത് IGNOU യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കുറച്ച് ടഫാണെന്നാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, ഇൻഫാക്റ്റ് അതൊരു സിവിൽ സർവീസ് മേഖലയിലേക്കൊക്കെയുള്ള എക്സാമിനേഷനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ IGNOU യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകത പറഞ്ഞുതരാം. IGNOU യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമിനേഷൻസ് അത് നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ, അതായത് പ്രാദേശിക ഭാഷയിൽ എഴുതാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നിരന്തരം കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. റൈറ്റ് നൗ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് എന്ന യൂണിവേഴ്സൽ ലാംഗ്വേജ് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അവർ ഇതുവരെ തന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു അക്കാഡമിക് സ്ട്രക്ചർ അനുസരിച്ച് IGNOU യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അനദർ യു ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. വി ആർ മലയാളീസ് അല്ലേ, നമ്മൾ മലയാളീസ് ആണ്. അപ്പം നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. പക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ 2 പാറ്റേണിലായിട്ട് പൊതുവെ പരീക്ഷകൾ നടത്താറുണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഹിന്ദി പേപ്പറാണ് പൊതുവെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ബട്ട് വൈൽ കംസ് ടു സൗത്ത് ഇന്ത്യൻ പ്ലേസസ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്ന സന്ദർഭത്തിലും നമ്മൾ ഇംഗ്ലീഷ് തന്നെ ഫോളോ ചെയ്യണം. കാരണം നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും മറ്റൊരു റീജിയണൽ ലാംഗ്വേജിൽ എക്സാം എഴുതാനുള്ള പ്രൊവിഷൻ ഇല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും IGNOU യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ഓക്കെ മലയാളത്തിൽ എക്സാം എഴുതാലോ, ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ കിട്ടുമല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് തെറ്റായ ധാരണ വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ടഫസ്റ്റ് ആവാൻ സാധ്യതയുള്ള ഈ ഒരു IGNOU യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഈസിയസ്റ്റ് ആക്കി മാറ്റാം. അതായത് നിങ്ങൾ ഏത് പ്രോഗ്രാമാണോ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തേടിപ്പിടിച്ച് കണ്ടുപിടിക്കുക. സ്റ്റഡി മെറ്റീരിയൽസോ ഇംഗ്ലീഷിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടുകയാണെങ്കിലോ ദാറ്റ് വുഡ് ബി മച്ച് ഈസിയർ അല്ലേ? അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിലാണ് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ദാറ്റ് ഈസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ പേപ്പറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ അസൈൻമെന്റ്സ് വരുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ടഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു IGNOU യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കുമ്പോൾ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളുടെ എക്സാം എഴുതണമെന്നാണെങ്കിൽ ടഫസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഈസിയസ്റ്റ് ആക്കി മാറ്റണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഞങ്ങൾ കൂടെയുണ്ട്. ചെയ്യേണ്ട കാര്യം എന്താ? താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.